കഴിഞ്ഞ വീക്കിൽ നമ്മുടെ സ്റ്റഡി ചലഞ്ച് ഒരുപാട് മക്കളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. സോ സാർ വാക്ക് പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാനും നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വീക്കിൽ നമ്മൾ പഠിച്ചത് മെയിനായിട്ട് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിയൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ബയോളജി ലൈഫ് പ്രോസസ് ജസ്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സോ നമുക്ക് ഈ വീക്കിലെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ച, അതായത് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി അറിയുന്നുണ്ടാവും. ലൈഫ് പ്രോസസിന്റെ ലൈവ് അർച്ചന മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതൊന്ന് റിവൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം മൺഡേട്ടാ. അപ്പൊ സെറ്റ് ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഒക്കെ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ മൺഡേ ഇന്നത്തോട് സെറ്റ് ആക്കണം ലൈഫ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ. സെക്കൻഡ് ഡേ, അതായത് ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം നിങ്ങൾ SST സോഷ്യൽ സ്റ്റഡീസിന്റെ അടിപൊളി ലൈവായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിന് ലൈവായിട്ട് നമ്മുടെ സ്വന്തം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹരിസാർ വരുന്നുണ്ട്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആ ചാപ്റ്ററിന്റെ ലൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇന്ന് നാളെ ചൊവ്വാഴ്ച സെറ്റ് ആണല്ലോ. അപ്പൊ ചൊവ്വാഴ്ച നമ്മൾ ആ ലൈവ് 2 മണിക്കൂറിനൊക്കെ ലൈവിൽ നിന്ന് അടിപൊളിയായിട്ട് കാണുക. നെക്സ്റ്റ് ഡേ വെൻസ്ഡേ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഫ്രീക്വന്റ്ലി പഠിക്കുക, എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാധനം തലയിൽ കയറ്റുക. അപ്പോൾ ഏതൊക്കെ ദിവസമായി? തിങ്കൾ, ചൊവ്വ, ബുധൻ സെറ്റ് ആയിട്ടുണ്ടല്ലോ. 3 ദിവസം സെറ്റ് ആയിട്ടുണ്ടല്ലോ. വ്യാഴാഴ്ച തേഴ്സ്ഡേ നിങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ മിസ് കുറച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ടാവും നമ്മുടെ ലൈവ് നിർത്തിയിട്ടുണ്ടാവുക. റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഏതൊക്കെ കോൺസെപ്റ്റ് ആണോ അവർ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ റിയൽ നമ്പേഴ്സ് പഠിക്കാൻ ഇനിയൊരു ദിവസം ഉണ്ടായിരിക്കില്ല. അപ്പൊ വ്യാഴാഴ്ച ഫ്രീ ആയിട്ട് മെല്ലെ റിയൽ നമ്പേഴ്സ് ഓൾറെഡി റിവിഷൻ കഴിഞ്ഞതാണ് ഒന്നുകൂടി പൊടിയായിട്ട് എടുക്കുക. ഓരോ ആഴ്ച കഴിയുന്നതോറും കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഒന്നുകൂടി റീകോൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഫുൾ 11 ലക്ഷ്യമാക്കി പഠിക്കുന്ന മക്കൾക്ക് ഇത് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഡേ ആയിട്ട് ഫ്രൈഡേ വരുന്നുണ്ട്. ഫ്രൈഡേ കെമിസ്ട്രി ലൈവുമായിട്ട് നമ്മുടെ സ്വന്തം സായി സാർ വരുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരും. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആവും. നെക്സ്റ്റ് ഡേ അതൊന്ന് റിവിഷൻ നടത്തുക. നമ്മൾ SST ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് ലൈവ് കണ്ടുകൊണ്ട് കൃത്യമായിട്ട് സാറ് പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് പഠിച്ച് ഈ 5 ദിവസം 1 2 3 4 5 6ാമത്തെ ദിവസം പറയുന്നത് സാറ്റർഡേ അത് റിവിഷൻ നടത്തിയതാം കെമിസ്ട്രി. സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്യില്ലേ? ഇനി നിങ്ങൾക്ക് ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് എന്നാണ്. സൺഡേ ബാക്കിയുണ്ട് അല്ലെ? സൺഡേ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പഠിച്ച് തീരാത്ത ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ സൺഡേയിലേക്ക് വെക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എല്ലാം ഒന്ന് ഒരു 2 3 മണിക്കൂർ എടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അതിനുള്ള ദിവസമായിട്ട് സൺഡേ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. സോ 6 ഡേ സ്റ്റഡി ചലഞ്ച് ആണ് പറയുന്നത്. ഇൻക്ലൂഡിങ് ആണെങ്കിൽ നമുക്ക് സൺഡേ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് ഈ 2 ഓപ്ഷനിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ഇപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സസ് മാത്രം കണ്ട് എക്സാമിനർ ഫാമിലി, നമ്മുടെ എക്സാമിനർ ക്ലാസ് 10 CBSEയുടെ ചാനൽ മാത്രം ഫോളോ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാന്റെ ആവശ്യം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് അറിയാം, അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളി ടൈം ടേബിൾ വെച്ചിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് നമ്മുടെ CBSEയുടെ സ്വന്തം ബാച്ചായ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ ഫുൾ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് റെക്കോർഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, റെക്കോർഡ് ക്ലാസ്സസ് ആയിക്കോട്ടെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിലായിക്കോട്ടെ, PDF ക്ലാസ് നോട്ട്സ് ആയിക്കോട്ടെ, വർക്ക്ഷീറ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങളെ കാത്തുകൊണ്ട് ബാച്ചിൽ ഇരിക്കുന്നുണ്ട്. സോ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത എത്രയും മക്കൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ വീക്കിലെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. സോ കൃത്യമായിട്ട് എല്ലാ മക്കളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.